ഹായ് മൈ ഗേഴ്സ്, ഇന്ന് നമുക്ക് അക്വേറിയം കാണാൻ പോകാം. അപ്പോൾ എല്ലാവരെയും SM വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോയി ടാക്സി വിളിച്ചത് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് കാഴ്ചകൾ കണ്ടിങ്ങനെ അടിപൊളി യാത്രയായിരുന്നു. ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി. മെട്രോ സ്റ്റേഷൻ്റെ ഓഫീസിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ടിക്കറ്റിൻ്റെ എടുക്കണമെങ്കിൽ എടുക്കാം, റീചാർജ് ചെയ്യാം. ഞങ്ങൾക്കുള്ള ടിക്കറ്റ് പിന്നെ ചേട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് മോൾക്കുള്ളത്. ചേട്ടന് പിന്നെ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ പഞ്ച് ചെയ്ത് ഞങ്ങൾ മെട്രോ ട്രെയിനിൻ്റെ അവിടേക്ക് എത്തി. ഞങ്ങൾ കയറിയിരുന്നു കേട്ടോ ഗൈസ്. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, എനിക്കും ചേട്ടനും. അപ്പോൾ മുന്നോട്ട് നല്ല രസമുള്ള യാത്രയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുന്നിലിരുന്ന് മെട്രോ പോകുന്നത് കാണുന്നത്, ഈ മെട്രോ ട്രെയിൻ പോകുന്നത് കാണുന്നത്. ഇതേ കണ്ട ഓരോ അതിൻ്റെ ഉള്ളിൽ കൂടെ, അതിൻ്റെ ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു പ്രതീതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ പിന്നെ അതിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താറായി. ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് വക്കറയിലാണ്. അപ്പോൾ ഇത് കണ്ട ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ അത് അടുത്ത് ഓർമ്മ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അത് പുറത്തേക്ക് പോകാനുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. വക്കരയിൽ നിന്ന് ടാക്സി പിടിച്ചിട്ട് വേണം അക്വേറിയത്തിനടുക്ക് എത്താതെ ഞങ്ങൾ മെട്രോ കാർഡ് പഞ്ച് ചെയ്ത് കയറുമ്പോഴും വേണം ഇറങ്ങുമ്പോഴും വേണം സ്റ്റേഷനിൽ നിന്ന് മെട്രോ കാർഡ് പഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വക്കര സ്റ്റേഷനിലെത്തി പുറത്തേക്ക് കടന്നു. അവിടുന്ന് ടാക്സി പിടിച്ച് ഞങ്ങൾ അക്വേറിയത്തിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. നല്ല മനോഹരമായ കാഴ്ചയാണ്. പുറത്ത് നല്ല വെയിലാണെങ്കിലും ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തോന്നും. അക്വേറിയത്തിൻ്റെ അവിടേക്ക് എത്താറായി. ഞാൻ പുറത്തിറങ്ങിയിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല രസകരമായ പച്ചപ്പ് പിടിച്ചുള്ള അത് ഇത് നിൽക്കണ കാണുമ്പോൾ നല്ല ഭംഗി, മനസ്സിന് നല്ല സന്തോഷം തോന്നി. നല്ല ചൂടല്ലേ, അപ്പോൾ പച്ചപ്പൊക്കെ കാണുമ്പോൾ മനസ്സിൽ നല്ല കുളിർമയൊക്കെ വരും. കണ്ട അടിപൊളിയല്ലേ ഗൈസ്. ഹമാദ് പോർട്ട് വിസിറ്റേഴ്സ് സെൻ്ററാണ് പേര്. ദോഹയിലാണ്. എല്ലാം സൂപ്പറാണ് സ്ഥലം കാണാനായിട്ട്, നല്ല ഭംഗിയുള്ള കാഴ്ച. ചേട്ടൻ ഇതിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പിന്നാലെ വേഗം പോവുകയാണ്. കണ്ട നല്ല കാഴ്ചകളല്ലേ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? നല്ല വെയിലാണ് കേട്ടോ പുറത്ത്. എന്നാലും അക്വേറിയം കാണാമെന്നുള്ളൊരു ഇതിൽ ആ വെയിലൊന്നും പ്രശ്നമല്ല, ചൂടും കുഴപ്പമില്ല. അതൊരു ഇതിൽ ഞങ്ങളവിടെ കടന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ ഞാൻ നല്ല തണുപ്പാണ്, AC ആണുള്ളത് ഫുള്ള്. അവിടെ കയറി ചെന്നാൽ ടിക്കറ്റ് കൗണ്ടറുണ്ട്, ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, TV കണ്ടുകൊണ്ടിരിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്കുള്ള ടിക്കറ്റൊക്കെ ചേട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് കാണിച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് വേഗം എൻട്രി പാസ് കിട്ടി. ഞങ്ങൾ അങ്ങനെ നടന്ന് തൊട്ടപ്പുറത്ത് തന്നെ വലതേ ഭാഗത്ത് നടന്ന് വലതുവശം കുറേ എക്സിബിഷൻ പോലെ എത്രയോ നൂറ്റാണ്ട് എനിക്ക് ഓർമ്മയില്ല, എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഖത്തറിൻ്റെ ഓരോ പദ്ധതികൾ ഉണ്ടായിരുന്നത്, അത് വികസിച്ച് ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എല്ലാം എഴുതി അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം എങ്ങനെയായിരുന്നു, അപ്പോൾ അത് ഡെവലപ്പായി ഇവിടെ വരെ എത്തി. അവിടെ വരെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കാനൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് നേരമില്ലല്ലോ, നമുക്ക് പോയി വേഗം പോയി കണ്ട് ഇങ്ങനെ പോകാനുള്ള നേരമേ ഉള്ളൂ. പക്ഷേ പഠിക്കാൻ അതൊക്കെ മനസ്സിലാക്കി ഇരിക്കുന്നവർക്ക് നല്ലതാണ്. അത് ആ പദ്ധതി ഇത്ര വർഷം മുന്നേ അതെങ്ങനെയായിരുന്നു, അത് ഡെവലപ്പായി ഈ വർഷം വരെ എത്തിയപ്പോൾ അത് എങ്ങനെ രൂപീകരിച്ചു എന്നുള്ളത് നമ്മളത് കണ്ട് പഠിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു JCBയിലെ കണ്ടെയ്നർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്ത് സാധനങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മോള് അത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. അപ്പോൾ ഇരുന്ന് അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ആ ബട്ടൺ ഞെക്ക്, ഈ ബട്ടൺ ഞെക്ക്, അപ്പോൾ അത് അങ്ങനെ വരും. അപ്പോൾ സാധനങ്ങൾ എങ്ങനെ അത് ലോഡിങ് അൺലോഡിങ് ചെയ്യുന്നത് കാണിക്കും. അപ്പോൾ അതുപോലെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോൾക്ക് നല്ല ഇഷ്ടമായി അത് കണ്ടപ്പോൾ തന്നെ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന്
അത് ഓപ്പറേറ്റ് ചെയ്തു. ഞാനപ്പോൾ അവിടെ മറ്റുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ പറഞ്ഞു വേഗം മതിയാക്കി, നമുക്ക് ഇനി അടുത്തത് കാണാൻ പോകണം എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ മോള് അത് വേഗം എന്നിട്ട് ഞങ്ങളടുത്ത സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഓരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഓരോന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാണാൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഓടി വന്നാലൊന്നും ശരിയാവില്ല. കണ്ടു നല്ല ആയം പോലെ മനസ്സിരുത്തി കാണണം, എന്നാലത് നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ കുട്ടികൾക്ക് ഗെയിം കളിക്കുന്നുണ്ട്, കുറേ പേര് അവിടെ വിശ്രമിക്കാനിരിക്കുന്നുണ്ട്. പിന്നെ ഓരോ ഭാഗങ്ങൾ കണ്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, റൂമിൽ വന്ന കുറേ കാര്യങ്ങൾ, കപ്പൽ എങ്ങനെയാണോ മുന്നത്തെ രൂപം, ഇപ്പോഴത്തെ രൂപം എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള ഓരോ ചാർട്ടുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റെയർ കേസ് കണ്ടു. അപ്പോൾ ഞങ്ങൾ ചെയ്ത് എന്താണ് സംഭവം, ഞങ്ങൾ മോളിൽ പോയി അവിടെ വിശ്രമിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമയും അവിടെ ഉണ്ട്, സിനിമ തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഫോൺ അതിൻ്റെ ഉള്ളിലല്ല, അവിടെ അല്ല. പക്ഷെ ഞങ്ങൾ പോയി കണ്ടു. 3D ആയിരുന്നു, സൂപ്പർ അനുഭവമായിരുന്നു കേട്ടോ. ഖത്തർ മുഴുവൻ കണ്ട പോലെയായി. അതൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി അക്വേറിയത്തിൻ്റെ അവിടേക്ക് ഞങ്ങൾ കടന്നു. അവിടെ ഞങ്ങൾ അക്വേറിയം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മത്സ്യം, ഞാൻ വെച്ച് പെട്ടെന്ന് പേടിച്ച് പോയി, ഒരാൾ അതിൻ്റെ ഉള്ളിൽ വരുന്നു. എപ്പോഴും ക്ലീനിങ് ഉണ്ട് കേട്ടോ അവിടെ. ആൾ തന്നെയാണ് മനുഷ്യർക്ക് തീറ്റയും കൊടുക്കുന്നത്. അപ്പോൾ അത് കാണാൻ ഞാൻ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസകരമായ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ വണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. അപ്പോൾ നമ്മൾ ഓരോ ചെറിയ സൈസിലുള്ള അക്വേറിയം പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല ചെറിയ മീനുകൾ ഇട്ടിട്ടുണ്ട്, പിന്നെ വലിയ മീനുകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിലത്തെ ഒരു മീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ നല്ലൊരു സുന്ദരി മത്സ്യമാണ് അതിൻ്റെ ഉള്ളിൽ. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ശരിക്കും എനിക്ക് വീഡിയോയ്ക്ക് ഫോക്കസ് ചെയ്ത ആ മത്സ്യങ്ങൾ വന്നു. ആ ഡാൻസ് കളിക്കുന്നതും പിടിക്കുന്നതൊക്കെ എന്ത് രസം, എനിക്കത് ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ തോന്നിയത്. നല്ല രസമായിരുന്നു കേട്ടോ. ആ മത്സ്യത്തിൻ്റെ ഒരു കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ചെയ്യുന്നത് കാണുന്നത് തന്നെ. കുറേ നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള പോലെ ഇങ്ങനെ നിന്നു ആൾ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണുമ്പോൾ ഒരു മനസ്സിന് നല്ല സന്തോഷമല്ലേ. അപ്പോൾ ഞാനത് കുറേ നേരം അത് ഫുള്ളായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തു കേട്ടോ. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞാനത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് നല്ല സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ അത്, എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ജെല്ലി ഫിഷ് കണ്ടില്ലേ, ഒരു എന്താ പറയുക, ഇങ്ങനെ ഞോള പോലത്തെ സാധനമാണ്. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറപ്പ് തോന്നും, പക്ഷെ അത് മുകളിലേക്ക് പോയിട്ടുണ്ടല്ലോ, അത് മുകളിൽ പോയിട്ട് ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ നല്ല ഭംഗിയാട്ടാ. കണ്ടില്ലേ, കൂണിൻ്റെ പ്രകൃതിയായിട്ട് അങ്ങനെ വരിക ആ മത്സ്യം. നല്ല രസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിവിടെ കരിങ്കല്ലും ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്ന കരിങ്കല്ല് പോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. വെള്ളാരങ്കല്ല് പോലെ പതിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ച് കിടക്കുന്ന മീൻ, പിന്നെ സ്റ്റാർ ഫിഷുകൾ, അങ്ങനെ ഓരോരോ മീൻ. എനിക്ക് എല്ലാത്തിൻ്റെ പേരുകളൊന്നും അറിയില്ല. ഞങ്ങളിങ്ങനെ കണ്ടിങ്ങനെ പോകുമ്പോൾ അവിടെ അറബി ചേട്ടനവിടെ ഉണ്ട്. ആൾ ഞങ്ങൾക്ക് കൈമൊക്കെ വെച്ച് തന്നു കേട്ടോ സ്റ്റാർ ഫിഷ്. നല്ല സഹകരണമായിരുന്നു. കണ്ട കൈ നല്ല തണുപ്പായിരുന്നു കേട്ടോ കയ്യിലിങ്ങനെ വെച്ചപ്പോൾ. സ്റ്റാർ ഫിഷ് അടിപൊളി ആയിരുന്നു. എന്തായാലും സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. മുന്നോട്ട് ഇനി നിങ്ങൾക്ക് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഓരോരോ മത്സ്യങ്ങൾ കണ്ട നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ കറങ്ങി നടക്കുകയാണ്. ഞാൻ അക്വേറിയം ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നി, അക്വേറിയം കണ്ടപ്പോൾ സന്തോഷം തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ കൈമ വെച്ചെന്ന് കേട്ടപ്പോൾ മോളും വന്ന് അത് കൈമ വെച്ച് തരാൻ പറഞ്ഞു. ആൾ അത് സന്തോഷപൂർവ്വം ആൾ മോളുടെ കയ്യിലും വെച്ച് കൊടുത്തു. മോളത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കണ്ടു കഴിഞ്ഞ് അടുത്ത സെക്ഷൻ വലിയ അക്വേറിയത്തിൻ്റെ അവിടേക്ക് വന്നു. അവിടെ നിറയെ മീനുകളുണ്ട്. ഇവിടെയാണ് കേട്ടോ മീൻ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണാം. അത് ലാസ്റ്റ് വരെ കണ്ടാലാണ് ആ തെരണ്ടി മീനുണ്ടല്ലോ, ചെറിയ ചാള പോലത്തെ തീറ്റ തിന്നുന്നത് കാണാം. അത് നല്ല രസകരമായ കാഴ്ചയാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ വീഡിയോ. ഇതേ കണ്ട നീല കളറുള്ള നല്ല ഭംഗിയുള്ള മീനായിരുന്നു. അപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രസകരമായിട്ട് തോന്നാം. അപ്പോൾ നമ്മൾ ഓടിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ, ഇത് കാണുമ്പോൾ ഒരു കണ്ടു എന്നുള്ളത് വരുത്തണ്ടേ. കാരണം നമ്മൾ ഒരു
ഇങ്ങനെ അക്വേറിയം കാണുമ്പോൾ ആ ഫിഷിനൊക്കെ ഒന്ന് നേരിട്ട് കാണുന്ന പോലെ കാണണ്ടേ. അതിപ്പം ആ മീനൊക്കെ ഉണ്ടല്ലോ, സ്റ്റോൺ ഫിഷ് എന്നൊക്കെ പറയും. അത് കല്ലുമേലെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മളറിയാണ് അത് സ്റ്റോൺ ഫിഷ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയതാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ വീഴുപൂറ്റിൻ്റെ ഒക്കെ പോലെ മീൻ കണ്ട അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മളറിയുക ആ മീൻ അവിടെ ഉണ്ടെന്നുള്ളത്. ചിറക് വിടർത്തി നിൽക്കണം കണ്ട വരയും എന്തൊരു വരയാണ് അതിന് മുകളിൽ. ഇപ്പം ഈ മീൻ എനിക്ക് മനസ്സിലായി ചേട്ടാ ഗൈസ്, നിങ്ങളൊന്ന് പറഞ്ഞു തന്നോളൂ ഇത് എന്ത് മീനാണെന്നുള്ളത്. എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓരോരോ ഭാഗത്തുള്ള ഓരോ മത്സ്യങ്ങൾ ഓടണോട്ടം കണ്ട. ദേ ഇപ്പോൾ ഇവിടെയൊക്കെയാണ് വലിയ വലിയ മീനുകൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. വലിയ വലിയ തെരണ്ടികളും വലിയ സ്രാവുകളും അങ്ങനെയൊക്കെ ഇവിടെയാണ് ഇഷ്ടം പോലെ മീനുകൾ കണ്ട. ഇനി അവർ തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടോടാണ്. ഇനി അവരെല്ലാവരും കൂടി ആ വടക്കേ ഭാഗത്തേക്ക് ഓടും. അവിടെയാണ് മീനിട്ട് കൊടുക്കുക. ചെറിയ ചെറിയ മത്സ്യങ്ങളാണ് ഇവർക്ക് തീറ്റ കേട്ടാ, അതിട്ട് കൊടുക്കും. ഇത് തെരണ്ടി പോകണം കണ്ട എന്ത് ഭംഗി കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്രാവ് ഇല്ലേ, അത് കണ്ടില്ലേ ഫ്ലൈറ്റ് വരുന്ന പോലെയാണ് വരുന്നത്. എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ ഓരോരോ മീനുകൾ തെരണ്ടി എന്ത് രസത്തിലാണ് പോണത്. ഇവർ അറ്റാക്ക് ചെയ്തിട്ട് അവർ പോണ്. അവർ വലിയ ഇതാണ്, വലിയ തെരണ്ടികളുണ്ട്, വലിയ സ്രാവുകളുണ്ട്. അപ്പോൾ നല്ല വെള്ള മീനുകളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കണ്ട എന്ത് രസമല്ലേ. ഓക്കെ അതിൻ്റെ ഉള്ളിൽ വലിയ തെരണ്ടി വരണണ്ട, അതിൻ്റെ വാലൊക്കെ ഉണ്ട്. ഇത് കണ്ട ഓരോരുത്തരും അവർ നല്ല തല്ലുകൊണ്ട ഇതും കാണാം കേട്ടോ. അത് കൂട്ടി നല്ല ഇതായിട്ട് ഓടിപ്പിക്കുന്നത് കാണാം. അപ്പോൾ അത് വേഗം അങ്ങോട്ട് നീങ്ങിപ്പോവും. അങ്ങനെ ഇതേ കണ്ടില്ല ഓരോരുത്തർ വരുന്നത് കണ്ട. നമ്മൾ മറ്റു ചെറിയ മീനുകൾ അറ്റാക്ക് ചെയ്ത് അവർ ഓടിപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നണില്ലേ. ഇത് കണ്ട അത് ഇനി വരും കേട്ടോ. ഇഷ്ടംപോലെ ഒക്കെ പോവാണ്, തീറ്റ തേടി പോകാനുള്ള തിരക്കിലാണ് എല്ലാവരും. എല്ലാവരും കൂട്ടത്തോടെ പോകണണ്ട. അവിടെ തീറ്റ തിന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നവരും ഉണ്ട്, അങ്ങോട്ട് പോകണവരും ഉണ്ട്. അങ്ങനെ നല്ല പോണ് അടുത്ത ആൾ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വരും കേട്ടോ, മീൻ കൊണ്ടുവരും. നല്ല രസമാണ് കേട്ടോ. അവർ വായിൽ വെച്ച് തിന്നണ കാണാനായിട്ട് തെരണ്ടികൾ. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. ഇതേ കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇതേ മീൻ തിന്നണ നോക്കിയേ. ഇതേ തെരണ്ടി കണ്ട ചാളൻ തിന്നണ നോക്കിയേ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു കേട്ടോ അത്. അപ്പോൾ കുറേ തെരണ്ടികൾ ഇതുപോലെ ചാളയും കൊണ്ട് വരികയാണ്. ഇതേ കണ്ട ഓരോരുത്തരും കണ്ട കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നു. നല്ല രസമായിരുന്നു. നമുക്ക് എല്ലാ നേരം എപ്പോഴും അത് ഷൂട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ, വീഡിയോ ഒരുപാട് ലെങ്തി ആവില്ലേ. അപ്പോൾ എല്ലാവർക്കും അത് ബോറാവും. അപ്പോൾ ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി എത്തിച്ച് തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഇത് ഇത്രയ്ക്കും ഇതായിട്ട് ഞാൻ എടുത്തത്, സ്ലോ ആയിട്ട് എടുത്തത്. കാരണം ഓടിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, ഇത് കാണാനുള്ള ഇത് സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പതുക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അക്വേറിയം പോയി കണ്ട പ്രതീതിയാവും. അതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അക്വേറിയം കണ്ട് ഇറങ്ങി. ഞങ്ങൾ അടുത്ത് തന്നെ ഞങ്ങളിപ്പോൾ നാട്ടിലേക്കൊക്കെ പോകാറായി. അപ്പോൾ അടുത്ത് തന്നെ ബാലാദീന എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മോളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ ഷോപ്പിങ്ങൊക്കെ നടത്തി. അവിടെ ചെറിയ ഒരു ഷോപ്പിങ്ങാണ് നടത്തിയത്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണട്ടെ ഗൈസ്. ഓക്കെ ബൈ. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണേ, വാച്ച് ചെയ്യണം.